ഹായ് ഡിയേഴ്സ്, ഇറ്റ്സ്മെamaluz. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടല്ല വന്നേക്കണം കേട്ടോ. ഇന്ന് നമ്മൾ ആരി സൂചി ഇല്ലാണ്ട് ആരി സൂചി കൊണ്ട് ചെയ്യുന്നൊരു ഡിസൈൻ എങ്ങനെ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ജസ്റ്റ് ഒരു ട്രൈ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതുപോലെ ചുരിദാർ തയ്ച്ചിട്ട് അതിലേക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഈ ഒരു ഡിസൈനിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആരി സൂചി അല്ലാത്തതുകൊണ്ട് അത്ര ഒരു പെർഫെക്ഷൻ കിട്ടില്ല, എങ്കിലും അത്യാവശ്യം നന്നായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ബീഡ്സാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതെങ്ങനെയാണ് ചെയ്തേക്കണതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ സാധാരണ നമ്മുടെ സൂചി തയ്ക്കുന്ന സൂചിയിലേക്ക് നൂലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ താഴെ വരുന്ന വശത്ത് എല്ലാത്തിൻ്റെ അടിവശത്തായിട്ട് ഓരോ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കട്ട് ബീഡ്സ് അല്ലാത്ത ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇട്ടിട്ട് ഞാൻ ഇതേപോലെ ഒന്നിച്ചങ്ങ് കോർത്തെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ഓരോന്നായിട്ട് നമ്മളിങ്ങനെ സൂചി തയ്ച്ചുകൊണ്ടിരുന്നല്ലോ, അതായത് ബീഡ്സ് തയ്ച്ചെടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാലും ഒരുപാട് സമയം വേസ്റ്റാണ്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ നമുക്ക് സമയം ലാഭത്തിന് വേണ്ടിയിട്ടും എന്നാൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒറ്റ സ്ട്രിപ്പിൽ ഫുള്ളായിട്ടൊന്ന് കോർത്തെടുത്തിട്ട് അത് ഫുള്ളായിട്ട് തയ്ച്ചെടുക്കുകയാണ് ചെയ്യണേ. അപ്പോൾ എങ്ങനെ ചെയ്യണേന്ന് നോക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, നമ്മൾ നന്നായിട്ട് വലിച്ചു വെച്ചിട്ട് വേണം ഇതൊന്ന് തയ്ച്ചു കൊടുക്കാനായിട്ട്. അതേപോലെ തന്നെ നമ്മുടെ എംബ്രോയ്ഡറി ഹൂപ്പും നല്ല ടൈറ്റായിട്ട് തന്നെ നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് തുണിയിൽ എവിടെയെങ്കിലും മിസ്സിങ് വരും. എന്നിട്ട് ഇത് ഓരോന്നും ഇതുപോലെ ലോക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇത് ഇങ്ങനെ മുഴുവൻ തയ്ച്ചെടുത്ത് കഴിഞ്ഞാലും ഇട്ട് കഴിയുമ്പോൾ ചിലപ്പം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഭയങ്കര ഫ്ലെക്സിബിളായിട്ട് കിടക്കും, നമ്മൾ ഇടയ്ക്ക് സ്റ്റിച്ചിങ് കൊടുക്കാത്തതുകൊണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇടയ്ക്ക് വഴി ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വിട്ടാൽ മതി. അതായത് നീങ്ങി പോവുകയില്ലാത്ത രീതിയിൽ ഒരു 3-4 മുത്തിൻ്റെ ഇടവിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്തുക. അതായത് നമ്മുടെ സാധാരണ സൂചി കൊണ്ട് നമ്മൾ ഇതേപോലെ ഈ ഒരു സൂചി കൊണ്ട് തന്നെ നൂല് കൊണ്ട് ജസ്റ്റ് ഒന്ന് തയ്ച്ച് നിർത്തുക. അപ്പോൾ ഒരുപാട് ഫ്ലെക്സിബിളായിട്ട് നിൽക്കില്ല കേട്ടോ. പിന്നെ എന്തായാലും നമ്മൾ ആരി സൂചി കൊണ്ട് ചെയ്യുന്ന ആ ഒരു ഫിനിഷിങ് കിട്ടില്ല, എങ്കിലും നമുക്ക് ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു സൂചി കൊണ്ട് നമ്മൾ ആരി സൂചി ചെയ്യുന്ന പോലെ സ്പീഡിൽ ചെയ്യാൻ പറ്റില്ലെന്ന് നമുക്കറിയാം അല്ലേ. പക്ഷേ ഇങ്ങനെ ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ഇതേപോലെ തന്നെ ഈ ഒരു പ്രൊസീജിയർ തന്നെയാണ് ചെയ്തെടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കയറി ഇറങ്ങിയാണ് വരുന്നത്. അതായത് ഒരെണ്ണം കുറച്ച് നല്ല ലെങ്ത് ഉണ്ടെങ്കിൽ അടുത്തത് വരുമ്പോൾ കുറച്ച് ലെങ്ത് കുറഞ്ഞ് പിന്നെ കുറച്ച് ലെങ്ത് കൂടി, അങ്ങനെ ഒരു ഡിസൈനിലാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഭംഗിക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഡിസൈൻ ഇതാണ്. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ടും ചെയ്തെടുത്തേക്കുന്നത് നോക്കാം.
അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇങ്ങനത്തെ വീഡിയോസും അതുപോലെ നല്ല ക്രാഫ്റ്റ് വീഡിയോസും ഇനിയും ഞാൻ ഇടുന്നതായിരിക്കും. അതേപോലെ നമ്മുടെ ഫൈനൽ ലുക്ക് വന്നേക്കുന്നത് ഇങ്ങനെയാണ്. അപ്പം കണ്ടില്ലേ, അത്യാവശ്യം നല്ലൊരു ലുക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. നമുക്ക് ആരി സൂചി ഇല്ലാണ്ട് അത് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവർക്ക് എന്തായാലും ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും, നല്ലൊരു കാര്യം തന്നെ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു.